ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുസ്ഹഫിലുള്ളതുപോലെ കൂട്ടിയിട്ടാണോ എഴുതേണ്ടത്? ഒറ്റ അക്ഷരങ്ങളാക്കിയിട്ടാണോ എഴുതേണ്ടത്? പുള്ളി ഇട്ടിട്ടാണോ എഴുതേണ്ടത്? പുള്ളി ഇടാതെയാണോ എഴുതേണ്ടത്? ഹർക്കത്തിട്ടിട്ടാണോ എഴുതേണ്ടത്? ഹർക്കത്തിടാതെയാണോ എഴുതേണ്ടത്? നമ്മൾ സാധാരണ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും അത് തെറ്റിയിട്ടാണ് എഴുതുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായും കാണുക. മറ്റുള്ള ആളുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും ഇതുപോലെ പറയാറില്ല, കാരണം ഈ വീഡിയോ അത്രത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. കാരണം മുഹറം മാസമാണ് വരുന്നത്. എല്ലാ ആളുകൾക്കും ആദ്യമായി ഉച്ചാസ് ക്രിയേഷന്റെ വക 1000 പുതുവത്സരാശംസകൾ നേരുകയാണ്. മുഹറം മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് 113 ബിസ്മി എഴുതുക എന്നുള്ളതാണ്. എന്നാൽ ഈ ബിസ്മി എഴുതാൻ തെളിവുണ്ടോ? എഴുതാൻ തെളിവുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് എഴുതേണ്ടത്? ചില ആളുകൾ ഒറ്റ അക്ഷരങ്ങളാക്കിയിട്ട് എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടുന്നാണ് കിട്ടിയത്? അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഹർക്കത്തിടേണ്ടതുണ്ടോ, പുള്ളി ഇടേണ്ടതുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വെറുതെ ഇങ്ങനെ എഴുതിയാൽ പോരാ. അപ്പോ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് പല ആളുകളും എഴുതുന്നത് തെറ്റായ രൂപത്തിലാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും ഇത് ആരാണ് എഴുതാൻ പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നതിനേക്കാളും ഉസ്താദുമാർ പറഞ്ഞു തരുന്നതല്ലേ നല്ലത്. ഏതായാലും ബഹുമാനപ്പെട്ട അസ്ലമി ഉസ്താദ് പറയുന്നുണ്ട്. ഉസ്താദ് ഒന്ന് പറയട്ടെ. മഹാനായ ഇമാം ഹുദൈരി ദുംയാത്തി റഹിമഹുല്ല അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ, പല സ്ഥലത്തും ഉണ്ട് നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ ഇത് പറയുന്നുണ്ട്. നിഹായത്തുൽ അമലിന്റെ 2ാം വാള്യം ഇതിന്റെ 382-ാമത്തെ പേജ് ശരിക്കും നോക്കട്ടോ. ഇവിടെ എന്താ പറഞ്ഞത്? എവിടുന്നേ ഈ അപകടങ്ങൾ പണഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും, ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വാൻ ബാദുൽ ആരിഫീന, ചില പണ്ഡിതന്മാരെ തൊട്ട് വന്നിട്ടുണ്ട്, അന്നമൻ കതബ, ആരെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശരിക്കും എങ്ങനെ ബിസ്മി എഴുതുക? സാധാരണ ഖുർആനിലൊക്കെ എങ്ങനെ എഴുതി അതേ രൂപത്തിലാണ് ഇവിടെ ബിസ്മി എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുകയാണെങ്കിൽ ഫീ അവ്വൽ യൗമിൻ മിനൽ മുഹറം, മുഹറമിന്റെ 1-ന്റെ അന്ന് 113 പ്രാവശ്യം അതിനെ ചുമക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഏഴ് രൂപത്തിലാണ് അത് എഴുതുക. ചുമക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി 113 ബിസ്മി എഴുതുകയാണെങ്കിൽ അവന് കൊടുക്കപ്പെടുന്ന ഒരു കാര്യം എത്തൂല എന്നാണ് അവിടെ പറയുന്നത്. ഇത് പല കിതാബിലും പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഉളൈരി ദുംയാത്തി റഹിമഹുല്ല അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബില് 113 പ്രാവശ്യം മുഹറം 1-ന്റെ അന്ന് ബിസ്മി എഴുതുകയാണെങ്കിൽ അവർക്ക് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് കിതാബിന്റെ നിഹായത്തുൽ അമൽ ഇത്രാമത്തെ പേജിലാണ് എന്ന് അടക്കം ഉസ്താദ് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ബിസ്മി എഴുതിയിട്ടുള്ളത് സാധാരണ മുസ്ഹഫുകളിലൊക്കെ നമ്മൾ എഴുതുന്ന പോലെ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണോ എഴുതേണ്ടത്? ആയിട്ടില്ല. പറയുന്നത് മുഴുവനും നമ്മൾ കേട്ടിട്ടാണ് പിന്നെ നമ്മൾ വിലയിരുത്തേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ളത്. ഉസ്താദ് കുറച്ചും കൂടെ പറയട്ടെ. ഇപ്പൊ കൻസുൻ നജാഹ് എന്ന് പറയുന്ന കിതാബ്, ഈ കൻസുൻ നജാഹിന്റെ മുസന്നിഫിന്റെ ഉസ്താദാണ് യൂസുഫ് നബി. യൂസുഫ് നബിന്റെ ശിഷ്യനാണ് അബ്ദുൽ ഹമീദ് ബിൻ മുഹമ്മദുൽ ഷാഫിഈ എന്നവരാണ് ഈ പറയുന്ന കിതാബിന്റെ മുസന്നിഫ്. അതായത് എഴുതിയിട്ടുണ്ട് എന്റെ ഷെയ്ഖ് ഈ പറയുന്ന യൂസുഫ് നബി അഷ്കുർ റസൂൽ യൂസുഫ് നബി, ഓരോ ശിഷ്യനാണ്. അതിന് ഈ കിതാബിന്റെ 76-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് അന്നമൻ കതബൽ ബസ്മലത എന്നാണ്. അന്നമൻ കതബ ബസ്മലത, ആരെങ്കിലും ബിസ്മി എഴുതി വെക്കുകയാണെങ്കിൽ ഫി അവ്വൽ മുഹറം 1-ന്റെ അന്ന് 113 പ്രാവശ്യം ലം യനൽ ഹാമില ആണോ. അപ്പൊ എന്നിട്ട് മഖ്റൂഹുൻ ഫീഹി, അപ്പൊ ഇത് എഴുതിയിട്ട് ചുമക്കുന്ന ആൾക്ക് അവർക്ക് വെറുക്കപ്പെടുന്ന ഒന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയും എന്താകുന്നില്ല, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊന്നും അവിടെ പറയുന്നില്ല. അപ്പൊ നിഹായത്തുൽ അമലിൽ പറഞ്ഞ എന്താണ്, ഇങ്ങനെ ബിസ്മി എഴുതാൻ ബിസ്മി അങ്ങനെ കൊടുത്തിട്ടാണ് മറ്റോടത്ത് ബസ്മല ബിസ്മി എഴുതുക എന്ന് പറഞ്ഞത്. എന്നാൽ ഇതിന് എഴുത്തിനൊക്കെ ഒരു കോർവുണ്ട്. അപ്പൊ ആ കോർവ് മനസ്സിലാക്കണം. അത് ഇത്ര പറഞ്ഞാൽ മതി, എഴുത്തിനെ പറ്റി തിരുവോക്ക് തിരിയും. അപ്പൊ ആ എഴുത്തിനൊക്കെ നിബന്ധനയുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞെന്താ? 2 കിതാബിനാണ് ഇപ്പോൾ ഉസ്താദ് ഇവിടെ തെളിവ് പറഞ്ഞത്. ഒന്നില് സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കിതാബിൽ പറഞ്ഞിട്ടുള്ളത് ബസ്മലത്താണ്, ബിസ്മി എഴുതുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതണം എന്നുള്ളത് എവിടുന്നാണ് കിട്ടിയത്? അതും കൂടെ ഉസ്താദ് പറയുന്നുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് നിസ്കാരം നിലനിർത്തണം എന്ന്. അപ്പൊ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ട് മാത്രമേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ അല്ലാഹു തആല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വിശദീകരിച്ചു തരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെയാണ്. അപ്പോ ഒരു സ്ഥലത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണം പിന്നൊരു സ്ഥലത്ത് നമ്മൾ നോക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ ഉസ്താദ് തെളിവ് പറഞ്ഞു. ഏതാ? 113 പ്രാവശ്യം ബിസ്മി എഴുതണം എന്നുള്ളത് എനിക്ക് ഉസ്താദ് തെളിവ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും കൂടെ ഉസ്താദ് പറയുന്നുണ്ട്.
യാൽ എഴുതുമ്പോൾ നിബന്ധനയുണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ് എഴുതുമ്പോൾ നിബന്ധനയുണ്ട്. ആ നിബന്ധന വ്യക്തമായി കൂടി ഷർവാൻ റളിയല്ലാഹു അൻഹു തഫ്സീർ കുറിച്ചുകൊണ്ട് ഷർവാനിയുടെ 1-ാം വാള്യം ഇതിന്റെ 276-ാമത്തെ പേജിൽ പറയുകയാണ്, യുസ്തറതു ഫീ കിതാബി തമീമത്തി. ആണോ ഈ പറയുന്ന ഐക്കൽ യാൽസുകൾ എഴുതുന്നതിൽ ഷർത്താക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനേക്കൊന്നും പോകുന്നില്ല. ശുദ്ധി ഉണ്ടായിരിക്കണം, അതുപോലെ നോമ്പ് ഉണ്ടായിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ എയ്ത്തിന്റെ നിബന്ധന പറയുന്നോട് എന്താണ്? വഅല്ലാ യുശക്കിലഹ വഅല്ലാ യത്മിസ ഹുറൂഫഹ വഅല്ലാ യൻഖുതഹ. ആണോ വ്യക്തമായിട്ട് പറയണം. വഅല്ലാ യുശക്കിലഹ അർക്കത്തോട് തൊടാൻ പറ്റില്ല. ആ ഫത്ഹ കസറ ഒന്നും ഉണ്ടാവില്ല. വഅല്ലാ യത്മിസ ഹുറൂഫഹ അതിന്റെ ഹർഫുകൾ അങ്ങനെ കൂട്ടൂല. അപ്പോൾ ഈ മീമുകളൊക്കെ അതിന്റെ മീമിന്റെ വട്ടക്കണ്ടി ഇങ്ങനെ കൂടൂല, വായ ഇങ്ങനെ തുറന്നു നിൽക്കും, വായ ഇങ്ങനെ തുറന്നു നിൽക്കും, അതിന്റെ ഹർഫുകൾ ഇങ്ങനെ തുറന്നു വരും. അതുപോലെ വഅല്ലാ യൻഖുതഹ, യൻഖുതഹ എന്താ? പുള്ളിടാൻ പാടില്ല എന്നാണ്. ആ പുള്ളിടാൻ പറ്റൂല. ആ ബിസ്മില്ലാഹിർ റഹ്മാൻ ബായിൽ പുള്ളി ഉണ്ടാവില്ല. ഏതൊക്കെ പുള്ളിട്ട ഹർഫുകളിൽ വരുന്നുണ്ടായിരുന്നു പുള്ളി ഉണ്ടാവില്ല. ഇത് എവിടുന്ന് കിട്ടും? ഈ പറയുന്ന എയ്ത്തിന്റെ നിബന്ധന പറയുന്നിടത്ത് കിട്ടുള്ളൂ. നിഹായത്തുൽ അമലിലൊക്കെ കിട്ടൂല, കൻസുൻ നജാഹിലൊക്കെ കിട്ടൂല. അവിടെ എന്തേ പറയുന്നുള്ളൂ? എഴുതാൻ വേണ്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയും നിഹായത്തുൽ അമൽ ബിസ്മി അങ്ങനെ എഴുതി കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ എഴുതി ഒറ്റച്ചരാന്ന് ഒന്ന് കിട്ടിയത്. എവിടെ ഒറ്റച്ചരാന്ന് കിട്ടിയത്? ഒറ്റച്ചരത്തിൽ ഇവിടെ കാണിച്ചാൽ ഒറ്റച്ചരന്നല്ല, ഈ രൂപത്തിലാണ് എഴുതിയതാ പറഞ്ഞത്. ഈ രൂപം. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ പറയുന്ന ഈ രൂപത്തിലാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ കിട്ടിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിഹായത്തുൽ അമലില്ല, കൻസുൻ നജാഹിലില്ല, അങ്ങനെ ബിസ്മി എഴുതാൻ വേണ്ടി പറഞ്ഞു എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഈ പറയുന്ന ഒറ്റച്ചരത്തിലാണ് എങ്ങനെ എഴുതുക എന്നുള്ളത് അത് എയ്ത്തിന്റെ നിബന്ധനയാണ്. ആ നിബന്ധന പറയുന്നോട് പുള്ളിയിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഉസ്താദ് കൻസുൻ നജാഹ് പറഞ്ഞു, അതുപോലെ തന്നെ നിഹായത്തുൽ അമൽ പറഞ്ഞു. അവിടെയൊക്കെ ബിസ്മി എഴുതണം അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതി വെച്ചിട്ട് ഇങ്ങനെ എഴുതണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട ഷർവാനി ഇമാം പറയുന്നുള്ളത് ബിസ്മി ഒറ്റ അക്ഷരത്തിൽ എഴുതണം. ആ ഒറ്റ അക്ഷരത്തിൽ എഴുതുന്നത് തന്നെയും അതെനിക്ക് ഫത്ഹ് ലമ്മ് കസ്ർ പോലെയുള്ള ഹർക്കത്ത് ഇടാൻ പാടില്ല. അതുപോലെ തന്നെ മീമ് ഇങ്ങനെ കൂട്ടിയിട്ട് എഴുതാൻ പാടില്ല. അതിന് ചെറിയ ഒരു വിടവ് വേണം, അതിന്റെ ആ തലഭാഗം ചെറിയ ഒരു വിടവ് വേണം. അതുപോലെ തന്നെ പുള്ളി ഇടാൻ പാടില്ല. അപ്പോ നമ്മൾ ബിസ്മി എഴുതുമ്പോ പുള്ളി ഇടാനും പാടില്ല, ഹർക്കത്ത് ഇടാനും പാടില്ല, കൂട്ടിയിട്ടും എഴുതാൻ പാടില്ല. ബിസ്മി എഴുതുമ്പോ എനിക്ക് പുള്ളി ഇടാൻ പാടില്ല. അതുപോലെ തന്നെ റഹ്മാനി എന്ന് എഴുതുമ്പോ ആ നൂനിനിക്കും പുള്ളി ഇടാൻ പാടില്ല. വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് എഴുതിയിട്ട് നമ്മൾ ചുമക്കണം എന്നാ പറയുന്നത്. അതായത് ഒന്നിരിക്കലോ ഉറുക്ക് പോലെയാക്കിയിട്ട് നമ്മുടെ അരയിലോ മറ്റോ കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ നല്ല പോലെ മടക്കിയിട്ട് നമ്മുടെ പേഴ്സിലോ നമ്മൾ സാധാരണ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പേഴ്സിലോ മറ്റോ വെക്കുക. ഇങ്ങനെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം എന്നാ പറയുന്നത്. അപ്പോ സാധാരണ നമ്മൾ ബിസ്മി എഴുതുന്ന രൂപത്തിൽ എഴുതിയാൽ, അല്ലെങ്കിൽ എനിക്ക് പുള്ളിയും അതുപോലെ തന്നെ ഹർക്കത്ത് ഇങ്ങനെയൊക്കെ ഇട്ട് എഴുതിയാൽ ബാത്റൂമിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് നമ്മൾ ചുമന്നുകൊണ്ട് പോകുമ്പോ അത് ഖുർആനിന്റെ ബഹുമാനത്തിന് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തിൽ എഴുതണം എന്നുള്ളതാണ്. ഇതാണ് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ പുള്ളിയിട്ടിട്ട് എഴുതണം എന്ന് എവിടെ നിന്നാണ് കിട്ടിയത്? അതാരാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ എഴുതുന്ന ആളുകളോട് നിങ്ങൾ അങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എഴുതി ചുമക്കുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ കിതാബുകളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന കാര്യം, അതുപോലെ അത് ഏത് രൂപത്തിലാണെങ്കിലും, കടം കൊണ്ടുള്ള വിഷമമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല എന്നാണ് പറയുന്നത് ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഒന്ന് അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എഴുതിയിട്ട് അതിന്റെ ബറക്കത്ത് കിട്ടുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.